Hi future doctors. നീറ്റ് എഴുതുന്ന മക്കൾ, അതായത് കോമ്പറ്റേറ്റീവ് എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർ എപ്പോഴും ഉള്ളൊരു സംശയമാണ്, ഞങ്ങൾ എങ്ങനെയാണ് പഠിക്കേണ്ടത്. ഞങ്ങൾ ആദ്യം കുറേ തിയറി പഠിച്ച് കോൺസെപ്റ്റൊക്കെ സെറ്റ് ആക്കിയിട്ട് എന്നിട്ട് ഞങ്ങൾ ക്വസ്റ്റ്യൻസിലേക്ക് പോകണോ, അതോ ആദ്യം തന്നെ ഇത് രണ്ടും ഒരുമിച്ച് കൊണ്ടുപോകണോ എന്നുള്ളത്. അപ്പോൾ ജനറലി നിങ്ങളിപ്പം ഏതൊരു ടോപ്പറിൻ്റെ വീഡിയോ കണ്ടാലും നീറ്റിലൊക്കെ ടോപ്പ് റാങ്ക്സ് വാങ്ങിയിട്ടില്ല, ഓൾ ഇന്ത്യ ലെവലിലെ തന്നെ ടോപ്പേഴ്സ്, ലാസ്റ്റ് ഇയേഴ്സിലെ റാങ്ക് 1 ഒക്കെ വാങ്ങിയ കുട്ടി, അവൻ്റെ ഇൻ്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, സ്റ്റാർട്ടിങ് ഫ്രം ഡേ 1 ഓഫ് ഹിസ് പ്രിപ്പറേഷൻ അവൻ ചെറിയ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ പോലും ഹി യൂസ് ടു ഡു ക്വസ്റ്റ്യൻസ്, ഹി യൂസ് ടു പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. സോ അതായത് നമ്മൾക്കിപ്പം ടോപ്പിക്ക് ഫുള്ളായിട്ട് അറിയോ, എല്ലാം പഠിച്ച് സെറ്റായിട്ട് ചാപ്റ്റർ ഫുൾ പഠിച്ചിട്ട് ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കാം, അങ്ങനെയല്ല. നമ്മൾ എത്രമാത്രം ടോപ്പിക്ക് പഠിച്ചോ, നമ്മളത് എത്ര മനസ്സിലാക്കി എന്നുള്ളത് നമ്മളെ അനലൈസ് ചെയ്യുന്നത്, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് നമ്മൾ മനസ്സിലാക്കുന്നത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴാണ്. കാരണം അൺലൈക്ക് ദി അതർ എക്സാംസ്, നീറ്റ് എന്ന് പറയുന്നത് ഒരു ഒബ്ജക്റ്റീവ് പേപ്പറാണ്, MCQ പേപ്പറാണ്. അതായത് നമ്മളിവിടെ കുറേ തിയറി പഠിച്ച് ചാപ്റ്റർ ഫുൾ പഠിച്ച് സെറ്റാക്കി നമ്മളൊരു ഡിസ്ക്രിപ്റ്റീവ് എക്സാം അല്ലല്ലോ എഴുതാൻ പോകുന്നത്. നമ്മൾ ക്വസ്റ്റിന് വലിയ ആൻസേഴ്സും തിയററ്റിക്കലായിട്ട് കുറേ പാരഗ്രാഫ്സ് ഒക്കെ എഴുതി വെച്ച് നമുക്ക് അറിയുന്നത് മുഴുവൻ അവിടെ ഒരു ടോപ്പിക്കിനെ കുറിച്ച് നമുക്ക് അറിയുന്നത് മുഴുവൻ അവിടെ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിലല്ല നമുക്ക് സ്കോർ കിട്ടുന്നത്. ഒരു ടോപ്പിക്കിന് ഏതൊക്കെ ക്വസ്റ്റ്യൻസ് വന്നാൽ അത് നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യും, അവിടെ നമ്മുടെ സ്കില്ലും കൂടി കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. സോ ബൈ ഹാർട്ടിങ് ഇവിടെ വർക്ക് ആവില്ല. നമ്മൾ കുറേ മഗ്ഗപ്പ് ചെയ്തിട്ട് പിന്നെ കുറേ നമ്മുടെ ക്രിയേറ്റിവിറ്റി ഇൻ റൈറ്റിംഗ് അല്ലെങ്കിൽ നമ്മുടെ ഡ്രോയിങ്ങിലുള്ള ക്രിയേറ്റിവിറ്റി ഇതൊന്നും ഇവിടെ വർക്കാവില്ല. പ്യോർ പ്രോബ്ലം സോൾവിങ് സ്കില്ലാണ് ഇവിടെ വേണ്ടത്. സോ കോൺസെപ്റ്റിൽ നമുക്ക് നല്ല ഡീപ്പ് അണ്ടർസ്റ്റാൻഡിങ് വേണം ആൻഡ് പ്രോബ്ലം സോൾവിങ് സ്കിൽ വേണം. ആൻഡ് ദാറ്റ്സ് വൈ ഇറ്റ്സ് സോ ഇമ്പോർട്ടൻറ്റ്. ലൈക്ക് ഓൾ ദി ടോപ്പേഴ്സ് സേ, അവരെല്ലാവരും ഒറ്റ ശബ്ദത്തിൽ പറയുന്ന കാര്യമാണ് പ്രാക്ടീസ് ക്വസ്റ്റ്യൻസ്. റൈറ്റ് ഫ്രം ഡേ 1 നിങ്ങൾ വളരെ കുറച്ച് ടോപ്പിക്കാണ് പഠിച്ചതെങ്കിലും പഠിച്ചത് മുഴുവൻ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ പോലും ആ ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു മിനിമം ഒരു 5 ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്ത് നോക്കുക. And make practicing questions a part of your regular study habit. Like നിങ്ങളുടെ സ്റ്റഡി അവറിൽ നിങ്ങൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ സൈലമിയൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഓൺലൈൻ ബാച്ചിൽ പഠിക്കുന്ന മക്കൾക്ക് എപ്പോഴും ഒരു കൺസേൺ ആണ്, നമ്മൾ ഇത്രയും സിലബസ് പഠിക്കാനില്ലേ, അതിൻ്റെ ഒപ്പം ഇങ്ങനെ ഈ ക്വസ്റ്റ്യൻസ് ചെയ്തു പോകും. അതിനായിട്ടാണ് നമ്മുടെ അക്കാഡമിക് പ്ലാൻ പ്രിപ്പയർ ചെയ്യുമ്പോൾ ഞങ്ങൾ എക്സാംസ് അതിൽ വളരെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട് പ്ലേസ് ചെയ്യുന്നുണ്ട്. സ്റ്റാർട്ടിങ് ഫ്രം ദ ബിഗിനിങ് നമുക്ക് മൊഡ്യൂൾ എക്സാംസ് ഉണ്ട്, മൊഡ്യൂൾസ് കഴിയുന്നതിനനുസരിച്ചുള്ള എക്സാമുകളുണ്ട്, നമുക്ക് ഗ്രാൻഡ് ടെസ്റ്റുകളുണ്ട്, 2-3 ചാപ്റ്റേഴ്സ് കഴിയുമ്പോൾ നമ്മൾ ഒരുമിച്ച് നടത്തും. പിന്നെ നമുക്ക് ഒരുപാട് സീരീസ് ഓഫ് മോക്ക് എക്സാമുകളുണ്ട്. അതായത് നീറ്റിൻ്റെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് വെച്ചിട്ട് പ്രീ നീറ്റ് മോക്ക് എക്സാമുകളുണ്ട്. ആൻഡ് വി ഓൾസോ ഹാവ് ഫാറ്റ് എക്സാം, ഫോർട്ട്നൈറ്റ്ലി ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അതും നീറ്റിൻ്റെ അതേ പാറ്റേണിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ്, പക്ഷേ 2 ആഴ്ചയിൽ ഒരിക്കൽ നടത്തുന്ന എക്സാമാണ്. അതുകൂടാതെ നമുക്ക് നീറ്റിൻ്റെ മോഡൽ, അതായത് എക്സാം സെൻറ്റർ ആൻഡ് എക്സാം ഹാൾ എക്സ്പീരിയൻസ് ഒക്കെ മക്കൾക്ക് കിട്ടാനായിട്ട് നമ്മൾ അതേ ഒരു എൻവറോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എക്സാം സെൻറ്റേഴ്സിൽ നടത്തുന്ന നീറ്റ് മോഡൽ മോക്ക് എക്സാം ആണ് നമ്മുടെ GIB എക്സാം അല്ലെങ്കിൽ ഗ്രേറ്റ് ഇന്ത്യൻ ബാറ്റിൽ. അത് എല്ലാ മാസവും തന്നെ നമ്മൾ എൻറ്റയർ അക്കാഡമിക് ഇയർ കണ്ടക്ട് ചെയ്യും. അപ്പം അതും ഒരു ബാച്ചിന് മാത്രമല്ല, സൈലത്തിലെ എല്ലാ ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ബാച്ചിലെ മക്കൾക്കും. ഇപ്പം വി ഹാവ് കിങ്സ് 11, സൂപ്പർ കിങ്സ്, ധീര, ഫീനിക്സ്. അപ്പോൾ ഓരോരുത്തർക്കും സെപ്പറേറ്റ് ആയിട്ടാണ്, സെപ്പറേറ്റ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ആണ് നമ്മൾ ഈ GIB എക്സാംസിന് പ്രൊവൈഡ് ചെയ്യുന്നത്. ബിക്കോസ് എല്ലാവരും പഠിക്കുന്ന സിലബസ് ഒന്നല്ല, എല്ലാവരും സിലബസിനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്ന ഡെപ്ത് ഒന്നല്ല, ബിക്കോസ് ഓരോരുത്തരും ഓരോ ലെവലിലുള്ള സ്റ്റുഡൻസ് ആണ്. അപ്പോൾ അത്രയും വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത്. സോ ഇത് കൂടാതെ നമുക്ക് ന്യൂമറസ് ടെസ്റ്റ് സീരീസ് ഉണ്ട്. സോ ഇൻ ദി ആപ്പ് ഇറ്റ് സെൽഫ് നമുക്ക് ഇൻഫിനിറ്റി പ്രാക്ടീസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ മക്കൾ എക്സാംസ് ഒക്കെ പോകുന്നതിന് മുമ്പ് സെൽഫ് സ്റ്റഡി ടൈമിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് ചെയ്യണമെങ്കിൽ ആപ്പിൽ ഇൻഫിനിറ്റി പ്രാക്ടീസിലൂടെ ചെയ്യാം. അതൊരു ഗെയിം പോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫിക്കൽട്ടി ഡിഫറെൻറ്റ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യാം. ആൻഡ് ബേസ്ഡ് ഓൺ ദാറ്റ് യു ക്യാൻ ആൻസർ ദ ക്വസ്റ്റ്യൻസ്. എന്നിട്ട് നിങ്ങൾക്ക് ഓരോ ലെവലപ്പായി പോവാം. ഓർ വി ഹാവ് നമ്മുടെ സ്റ്റഡി മെറ്റീരിയൽ നോക്കുകയാണെങ്കിൽ DPPയിൽ തന്നെ നിങ്ങൾക്ക് ഡിഫറെൻറ്റ് എക്സസൈസസ് ഉണ്ട്. അതായത് ബിഗിനർ ലെവൽ ഉണ്ട്, മീഡിയം ഉണ്ട്, ഡിഫിക്കൽട്ട് ഉണ്ട്. അപ്പോൾ എല്ലാ സബ്ജക്ട്സിലും നമുക്ക് ഡിഫറെൻറ്റ് ഡിഫിക്കൽട്ടി ലെവൽസ് ഉള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. എസ്പെഷ്യലി ഫിസിക്സ് ആൻഡ് കെമിസ്ട്രിയിലൊക്കെ ഇപ്പം നമ്മൾ ഈ വർഷത്തെ എക്സാം നോക്കുകയാണെങ്കിൽ നമുക്കറിയാം റീനീറ്റിൽ ഫിസിക്സ് ഒക്കെ നല്ല ടഫായിരുന്നു, നമുക്ക് സോൾവ് ചെയ്യാൻ ഒരുപാട് ടൈം എടുക്കുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. സോ ആ രീതിയിലാണ് നമ്മൾ നമ്മുടെ എക്സാംസിലെ ക്വസ്റ്റ്യൻസും ഇനി അങ്ങോട്ടേക്ക് ഡിസൈൻ ചെയ്യുന്നത്. സോ നീറ്റിൻ്റെ ഡിഫിക്കൽട്ടി ലെവൽ എന്താണോ അത് നിങ്ങൾക്ക് ഏറ്റവും സ്പീഡിൽ അക്യുറേറ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് നമ്മളുടെ ഓരോ എക്സാംസിലെ ക്വസ്റ്റ്യൻസും ഇനി അങ്ങോട്ടേക്ക് സെറ്റ് ചെയ്യുക. അപ്പോൾ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് നിങ്ങൾ കുറേ തിയറി മാത്രം പഠിച്ചു പോയാൽ പോരാ, യു ഷുഡ് ഓൾസോ ബി പ്രാക്ടീസിങ് ക്വസ്റ്റ്യൻസ് ത്രൂ ദീസ് എക്സാംസ്. അപ്പം നമ്മൾ വെറുതെ ചിലപ്പം നമ്മൾ സെൽഫ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് തന്നെ ഇരുന്ന് പഠിക്കുന്ന സമയത്ത് നമ്മൾ ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കും. പക്ഷെ നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവും ആൻസർ കീ നോക്കാൻ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ സൊല്യൂഷൻ ഉള്ളത് നോക്കി നമുക്ക് പെട്ടെന്ന് പോകാനുള്ള ടെൻഡൻസി ഉണ്ടാവും. പക്ഷേ നമ്മളൊരു ടെസ്റ്റായിട്ട് എഴുതുമ്പോൾ നമ്മളൊരു
ഒരു സ്പെസിഫിക് ടൈം ലിമിറ്റിൽ നമ്മളൊരു ടെസ്റ്റായിട്ട് എക്സാം എഴുതും. നമുക്ക് ആ കീ നോക്കാനുള്ള ടെൻഡൻസി വളരെ കുറവായിരിക്കും. കുറച്ചും കൂടി സീരിയസ് ആയി ഫോക്കസ്ഡ് ആയി നമ്മൾ ആ ഗിവൺ ടൈമിൽ, ഇപ്പോൾ 45 മിനിറ്റ്സ് ആണെങ്കിൽ ആ 45 മിനിറ്റ്സിൽ നമ്മൾ ആ പേപ്പർ, ആ സബ്ജക്റ്റ് നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടി നോക്കും. അത് നമ്മളുടെ ടൈം മാനേജ്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യും. സ്പീഡ്, അക്യുറസി, ടൈം മാനേജ്മെൻറ്റ്, ഇതൊക്കെ എക്സാം ഹോൾ എക്സ്പീരിയൻസ് ഒക്കെ നമുക്ക് ഇതിലൂടെ ഒരുപാട് പഠിക്കാനും ഒരുപാട് മനസ്സിലാക്കാനും പറ്റും. അപ്പോൾ ചിലപ്പോൾ ചില കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ എവിടെയെങ്കിലും ലാഗ് ബിഹൈൻഡ് ആവുന്നുണ്ടാവും. നിങ്ങൾക്ക് ചില സബ്ജക്റ്റിൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാൻ, ന്യൂമറിക്കൽസ് സോൾവ് ചെയ്യാൻ പ്രശ്നമുള്ളവരുണ്ടാവും. ഒരുപാട് തിയറിറ്റിക്കൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് വായിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോകുന്നവരുണ്ടാവും. മാച്ച് ദ ഫോളോയിങ് കൺഫ്യൂഷൻ ആവുന്നവരുണ്ടാവും. അപ്പോൾ വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ എക്സാംസിലൂടെ ചെയ്യുന്നതിലൂടെ ഒരു ലിമിറ്റഡ് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് ഇതൊക്കെ എങ്ങനെ ടാക്കിൾ ചെയ്യാം എന്നൊരു ലേണിംഗ് കൂടിയാണ് ഓരോ എക്സാമും. സോ ഇറ്റ് ഈസ് സോ ഇമ്പോർട്ടൻറ്റ് ദാറ്റ് യു ഓൾ അറ്റൻഡ് ടു ദീസ് എക്സാംസ്. സോ എല്ലാ നീറ്റ് ആസ്പിരൻസും നിർബന്ധമായിട്ടും എല്ലാ എക്സാംസും എഴുതണം. ആൻഡ് നമ്മുടെ ബാച്ചിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് ഇത്രയും അധികം എക്സാം സീരീസ് ഉണ്ട്. സോ മേക്ക് ഷുവർ you make good use of all of this. Good luck.